ചേട്ടാ, ട്രംപിനെതിരെ ഇപ്പോൾ വെടിയുയർത്തു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാധ്യമങ്ങളും ഈ പറയുന്നത് പോലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പല രാഷ്ട്രങ്ങളിലുള്ള മുഖ്യരായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു അത്താഴ വിരുന്നിനിടെയാണ് ഇങ്ങനെയൊരു വെടിവയ്പ് നടന്നിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ പറയുന്നു, അതായത് എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾക്കെതിരെയാണല്ലോ, അല്ലെങ്കിൽ പേടിക്കാൻ വകുപ്പുള്ള ആളുകൾക്കെതിരെയാണ് ഈ വെടിവയ്പ്പൊക്കെ ഉണ്ടാകുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ? ഈ ഒരു വെടിവയ്പ് ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തെ ബാധിക്കുമോ? അല്ല, വെടിവെപ്പ് യുദ്ധത്തെ ബാധിക്കുമോ എന്നറിയില്ല. കാരണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇറാൻ ലിങ്ക് ഈ വെടിവെപ്പിലില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത് അതാണ്. കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു 31-കാരനാണ്, അയാൾക്ക് സുഖമില്ല എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഇതിനൊരു ഇറാൻ ലിങ്ക് ഇല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ദിശയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിലും അമേരിക്ക ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടേക്കില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ട്രംപിന് നേരെ വെടിവയ്പ്പുണ്ടായി. അന്ന് സത്യത്തിൽ തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത്. ആ വെടിയുണ്ട ട്രംപിൻ്റെ ചെവിക്ക് കൊണ്ടു പാഞ്ഞു പോവുകയായിരുന്നു. തലയ്ക്ക് നേരെ വന്ന വെടിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഇതുപോലെ തന്നെയാണ് അമേരിക്ക അന്ന് പറഞ്ഞത്. ഒരു അമേരിക്കൻ സ്വദേശിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. ഒരുപക്ഷെ ഇതും ആ ഒരു രീതിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ഈ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മഹാന്മാരെ അസാസിനേറ്റ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ടായിരിക്കാം. പക്ഷേ അതിലപ്പുറം ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് പങ്കെടുക്കുന്ന ഒരു വിരുന്നിൽ വെടിവെപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്ക ഒരുപക്ഷെ അതിനെ ബോധപൂർവം ലഘൂകരിക്കുകയായിരിക്കാം. പക്ഷേ ഇതിനൊരു ഇറാൻ ലിങ്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് അവിടെ പങ്കെടുക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിസഭാംഗങ്ങൾ, ക്യാബിനറ്റ് ട്രംപ് ടീമിലുള്ള ജെഡി വാൻസ് അടക്കമുള്ള എല്ലാവരും അവിടെയുണ്ട്. ഇത് വൈറ്റ് ഹൗസിൻ്റെ കറസ്പോണ്ട്, അതായത് മാധ്യമപ്രവർത്തകരുടെ ഒരു അത്താഴ വിരുന്നാണ്. അതിൽ ധാരാളം പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ ഒരു വാഷിങ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചിട്ട് ഇങ്ങനെയൊരു പരിപാടി നടക്കുമ്പോൾ തീർച്ചയായും വളരെ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ആ സുരക്ഷാ സംവിധാനങ്ങളെ ഈ അക്രമി എങ്ങനെ മറികടന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിൽ പലയിടത്തും വെടിവെപ്പ് നടക്കാറുണ്ട്. പ്രധാനമായും സ്കൂളുകളിലും മറ്റുമൊക്കെയാണ് വെടിവെപ്പ് നടക്കുന്നത്. പക്ഷേ ഈ അതീവ സുരക്ഷാ മേഖലയിലേക്ക് അക്രമി കടന്നു വരണമെങ്കിൽ അതും മൾട്ടിപ്പിൾ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് തോക്ക് മാത്രമല്ല, അയാളുടെ കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ട്രംപ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈസ് ഹെവിലി ആംഡ് എന്നാണ്. അത്രമാത്രം മാരകായുധങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇദ്ദേഹം ഇദ്ദേഹത്തെ ഇൻ്റർസെപ്റ്റ് ചെയ്തത് ട്രംപിൻ്റെ സുരക്ഷാ വലയങ്ങൾ, പല ഘട്ടങ്ങളുള്ള സുരക്ഷ ഉണ്ടാകുമല്ലോ, ആ സുരക്ഷാ വലയങ്ങളിൽ ഏറ്റവും അവസാനത്തെ സുരക്ഷാ വലയത്തിലാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ആയുധങ്ങളുമായി കടന്നു വന്ന ഒരു വ്യക്തി ഇത്രയധികം സുരക്ഷാ സന്നാഹങ്ങളെ എങ്ങനെ മറികടന്നു എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ സീക്രട്ട് സർവീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സീക്രട്ട് സർവീസിനെ ഇത് വലിയ രീതിയിൽ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുമല്ല, 5 മുതൽ 8 തവണയോളം വെടി ഉയർത്തു എന്നാണ് പറയുന്നത്. അതെ, ഇത് ഇദ്ദേഹം പങ്കെടുക്കുന്ന ഹാളിൻ്റെ ഏതാണ്ട് 45 മീറ്റർ ദൂരെയാണ്. അപ്പം അത്ര കണ്ട് അടുത്തെത്തിയിട്ടില്ല. പക്ഷേ അവിടെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, നിരവധി ആയുധങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ട്രംപ് തന്നെ ആയിരിക്കാം ലക്ഷ്യമെന്നുള്ളതാണ്. ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇങ്ങനെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. മുൻ പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റാണ്. അമേരിക്കൻ പ്രസിഡന്റിന് നേർക്കാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഉണ്ടായത്. അതും അമേരിക്ക ഒരു വലിയ യുദ്ധം മുഖത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ അത്രമാത്രം ട്രംപിൻ്റെ ഒരു ജീവന് ഭീഷണി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 28-ാം തീയതി, കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാനെതിരെ അമേരിക്കയും അതുപോലെ തന്നെ നമ്മുടെ ഇസ്രായേലും സംയുക്തമായി ആക്രമണം തുടങ്ങുന്നത്.
ഈ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ അമേരിക്ക ചെയ്തത് എന്താണ്? ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനിയെ കൊലപ്പെടുത്തുകയാണ്. അവിടെ ഒരു അമേരിക്കൻ ചതിയുണ്ട്. അമേരിക്ക ഒരു എന്താണ് ഒരു പ്രത്യേക തന്ത്രത്തിലൂടെയാണ് ആ കൊലപാതകം നടത്തിയത്. അത് മറ്റൊന്നുമല്ല, ഇറാനെ ആക്രമിക്കും എന്ന് ആദ്യം പറയുന്നു, ഇറാനെ ആക്രമിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്നു, അതിനുശേഷം ചർച്ചയ്ക്ക് വിളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആക്രമണം നടക്കില്ല എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാക്കിയ ശേഷം, സസ്പെൻസ് എലമെൻ്റ് വളരെ കൃത്യമായി നിലനിർത്തിയ ശേഷമാണ് അമേരിക്ക പൊടുന്നനെ ഒരു ആക്രമണം നടത്തുന്നത്. ആരും ഇറാൻ്റെ നേതാക്കന്മാരാരും ബങ്കറുകളിലേക്ക് പോയില്ല. സാധാരണ അത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം ബങ്കറുകളിലേക്ക് പോവുകയാണ് പതിവ്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവരെല്ലാം ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്നു. അയത്തുള്ള ഖമീനി പതിവ് പോലെ തൻ്റെ ഓഫീസിൽ വന്ന് ഈ ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്ന സമയമായിരുന്നു. ഇദ്ദേഹത്തെ കൃത്യമായി നിരീക്ഷിച്ച ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി സ്പൈ വർക്ക് ചെയ്ത ശേഷമാണ് ഒരു രാഷ്ട്രത്തലവനെ കൊന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു ഇറാൻ്റെ അല്ലെങ്കിൽ ഇറാൻ അനുകൂലികളുടെ തോക്കിൻ തുമ്പത്താണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ട്രംപിനും നെതന്യാഹു ആണ് ഈ കാര്യത്തിൽ ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയെങ്കിലും ട്രംപാണ് പ്രത്യക്ഷത്തിൽ ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു ആക്രമണം നടത്തുക, അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ ഒരു ആക്രമണം നടത്തുക, ആ ആക്രമണ ശ്രമം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് നൽകാവുന്ന ഒരു മധുര പ്രതികാരമാണ്. ഈ പറയുന്നത് പോലെ ട്രംപ് ഇതിനെ ലഘൂകരിക്കുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്തായിരിക്കും? കാരണം ഈ പറയുന്നത് പോലെ ജീവൻ ഏത് നിമിഷം വേണമെങ്കിലും അപായപ്പെടാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും അതിനെ ലഘൂകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ട്രംപ് യഥാർത്ഥത്തിൽ ലഘൂകരിക്കുന്നതല്ല, പക്ഷെ അങ്ങനെ ചിത്രീകരിക്കുകയാണ്. അത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ് എന്ന രീതിയിൽ പുറത്തേക്ക് പറയുകയാണ്. അത് ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമമായ അന്വേഷണം നടത്തും. അന്വേഷണത്തിൻ്റെ ഭാഗമായി പലരും പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ അമേരിക്കൻ സമൂഹത്തിൽ ആരായാലും കുറ്റവാളി ആയാൽ പോലും അയാളെ ഇല്ലായ്മ ചെയ്താൽ ഭരണകൂടത്തിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ രഹസ്യമായി നടത്താനായിരിക്കണം ഇത്തരം ലഘൂകരണം നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഒരു പ്രതിച്ഛായ. ഇപ്പോൾ ഈ യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് എൻ്റെ തൊട്ടടുത്ത് വരെ ഈ പറയുന്ന ആൾക്കാർ, ഇറാൻ്റെ ആൾക്കാർ എത്തി എന്ന് വരുന്നത് അമേരിക്കയ്ക്കൊരു നാണക്കേടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ലളിതവൽക്കരിച്ച് കാണുന്നത്, പുറമേ കാട്ടുന്നത് അങ്ങനെയായിരിക്കാം. പക്ഷെ അതങ്ങനെ ആവില്ല. ഇപ്പോൾ ഈ സീക്രട്ട് സർവീസും മറ്റും ഇങ്ങനെ വെടികുതിർത്ത ഉടൻ തന്നെ വളരെ വിദഗ്ധമായി VIP അവിടെ നിന്ന് മാറ്റുന്നു. ഈ ട്രംപിനെയും അതുപോലെ തന്നെ JD വാൻസിനെയും ഒക്കെ അവിടെ നിന്ന് മാറ്റുന്നു. ഇത്രയധികം ആൾക്കാർ അവിടെ തടിച്ചു കൂടുന്നു, അവരെല്ലാം രക്ഷപ്പെടുത്തുന്നു. ഒരു സുരക്ഷാപടന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ മറ്റപകടങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ്. അപ്പം ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അതിനെ അത്ര കണ്ട് പുറത്ത് പർവ്വതീകരിക്കേണ്ടതില്ല എന്നതായിരിക്കണം അമേരിക്കയുടെ നയം. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചു, മൊത്തം തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ അതിന് ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ഭീകരാക്രമണമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പം ട്രംപ് ചെയ്തതിന്, അല്ലെങ്കിൽ ട്രംപ് യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഭീഷണി ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന് ട്രംപിന്, അല്ലെങ്കിൽ ലോകം അറിയുന്നത് ഒരു പക്ഷേ നാണക്കേടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അവർ ചെയ്യുന്നത്. ഈ പറയുന്നത് പോലെ എന്താണ് ട്രംപിനുള്ള ഒരു സുരക്ഷ? ഇപ്പോൾ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ട്രംപിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇത്രമാത്രം സൈന്യമുണ്ട്, ഇത്രമാത്രം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ശേഷി എങ്ങനെയാണ്? അമേരിക്കയ്ക്ക് എന്തായാലും ലോകത്തിലെ തന്നെ 1-ാം നമ്പർ സൈനിക ശക്തിയാണല്ലോ. പക്ഷേ പലപ്പോഴും ഈ അപ്രഖ്യാപിത ഗറില്ല യുദ്ധങ്ങൾ പലപ്പോഴും അമേരിക്കയെ അടിതെറ്റിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം. അതൊരു പ്രഖ്യാപിതമായ ഒരു ഭീകരാക്രമണത്തിന് ഒരു മോഡുണ്ടല്ലോ. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഹമാസൊക്കെ ചെയ്യുന്നത് പോലെ റോക്കറ്റ് വിടുക. ഇതൊന്നും അല്ലല്ലോ അവർ ചെയ്തത്. 2 പാസഞ്ചർ വിമാനങ്ങളെ നിമിഷ നേരം കൊണ്ട് റോക്കറ്റുകളാക്കി അല്ലെങ്കിൽ മിസൈലുകളാക്കി മാറ്റി അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങൾക്ക് നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഔട്ട് ഓഫ് ദ വേ ആക്രമണങ്ങൾ ഇവരെ എത്ര വലിയ സൈനിക ശക്തിയായാലും അവരെ ഒന്ന് ഞെട്ടിക്കാം. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ അക്രമി ഈ പറയുന്ന ഈ അത്താഴ വിരുന്ന് നടക്കാനിരിക്കുന്ന ഹോട്ടലിൽ 2 ദിവസം മുമ്പ് തന്നെ മുറിയെടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് ഈ സുരക്ഷാ സംവിധാനത്തെ മറികടക്കാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഒരു പഴുത് വളരെ കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. സീക്രട്ട് സർവീസിനെ ട്രംപ് പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം അതിനെ, അല്ലെങ്കിൽ
ഡെഫിനറ്റ്ലി സീക്രട്ട് സർവീസ് അതിനെ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താണ് മുന്നോട്ടുള്ളതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അതെ.